ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി അച്ചാറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അമ്പഴങ്ങ അച്ചാറിന് വേണ്ടി ഞാനിവിടെ കുറച്ച് അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലുള്ള അമ്പഴങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നും ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്നും ചെത്തി മാങ്ങ ചെത്തുന്ന പോലെ ചെത്തി ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. ഈ അമ്പഴങ്ങ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലി ചെത്തിക്കളയണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് പോലെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് എല്ലാ അമ്പഴങ്ങയും തൊലി ചെത്തി ഇങ്ങനെ എടുക്കും. ഒരെണ്ണം തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അമ്പഴങ്ങയും തൊലി ചെത്തി മാറ്റി നമുക്ക് എടുക്കാം. തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം നീളത്തിൽ. ഇപ്പം ഞാൻ അമ്പഴങ്ങയൊക്കെ എടുത്ത് ഉപ്പിട്ട് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. കല്ലുപ്പിട്ട് തലേദിവസം തന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്ര ഒരു കനത്തിലാണ് അമ്പഴങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു ചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് വലിയ 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 1 കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഈ കാന്താരിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒരുവിധം നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അമ്പഴങ്ങായി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്, അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാന്താരി ആയതുകൊണ്ട് ഇവിടെ പൊട്ടുന്നുണ്ട് നന്നായിട്ട്, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. നേരിട്ട് ഉലുവ ചേർത്തിട്ടുള്ളതാണ്, എന്നാലും ഒരു 1/4 ടീസ്പൂൺ കൂടുതൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്തേക്ക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് നാടൻ വിനാഗിരിയാണ്, അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഉപ്പ് ഉരുട്ടി വെച്ചിരുന്ന അമ്പഴങ്ങയും ചേർത്ത് കൊടുക്കാം. അമ്പഴങ്ങ ഞാൻ തൊലി ചെത്തിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കട്ടിയുള്ള തൊലി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു കയ്പ്പ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തൊലി ചെത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. കഞ്ഞി കുടിക്കാനും ചോറിനാനും ഒക്കെ നല്ലൊരു വെറൈറ്റി അച്ചാറാണ്. ഈ അമ്പഴങ്ങ അച്ചാറിന് ശരിക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇവിടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അമ്പഴങ്ങയ്ക്ക് പുളി ഉള്ളത് കാരണം കുറച്ച് വിനാഗിരി നമ്മൾ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി പുളിയായി പോകും. നമ്മുടെ സ്വാദിഷ്ടമായ അമ്പഴങ്ങ അച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.